നിങ്ങളൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന കപ്പിളാണോ? അതിനുവേണ്ടി എങ്ങനെ നമുക്ക് ഒരുങ്ങാം? ആദ്യമായി വേണ്ടത് നിങ്ങൾ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് എടുക്കുകയാണ്. അതിന്റെ ഡോസ് 400 മുതൽ 500 മൈക്രോഗ്രാം പെർ ഡേ ആണ്. അതെല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഗ്നൻസി ആവുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓവർ വെയിറ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ BMI അത് 30നേക്കാളും കുറയ്ക്കാനായിട്ട് എക്സസൈസ് ചെയ്ത് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓവുലേഷൻ നടക്കാനായിട്ട് അത് പല വിധത്തിലും ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും മെഡിസിൻസ്, തൈറോയിഡിനായാലും എപ്പിലെപ്സിക്കായാലും ഹാർട്ട് ഡിസീസിനായാലും എന്തിനെങ്കിലും അസുഖത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ അത് പ്രഗ്നൻസിക്ക് മുമ്പ് നിങ്ങളുടെ കൺസൾട്ടന്റ് ഡോക്ടറെ കണ്ട് പറഞ്ഞതിന് ശേഷം അവരുടെ ഫിറ്റ്നസ് കിട്ടിയതിന് ശേഷം മാത്രം പ്രഗ്നൻസി ആവുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ചില മെഡിസിൻസ് അവർക്ക് മാറ്റേണ്ടതായിട്ട് വരും, ചില മെഡിസിൻസിന്റെ ഡോസ് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവരുടെ ഫിറ്റ്നസോട് കൂടി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം, നമ്മൾ സർട്ടൻ വാക്സിൻസ് പ്രഗ്നൻസിക്ക് മുമ്പ് എടുക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരിക്കലും റുബല്ല ഇൻഫെക്ഷൻ വന്നിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റുബല്ല വാക്സിൻ പ്രഗ്നൻസിക്ക് മുമ്പ് എടുക്കാം. അതേമാതിരി ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, പ്രഗ്നൻസിക്ക് മുമ്പ് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഐഡിയലി നിങ്ങളുടെ സ്റ്റാറ്റസ്, ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ ഉണ്ടോ, HIV ഇൻഫെക്ഷൻ ഉണ്ടോ, ഇനി തൈറോയിഡ് പ്രോബ്ലം ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, BP ഉണ്ടോ, ഹാർട്ട് ഡിസീസ്, ഇതൊന്ന് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രഗ്നൻസി ആവുന്നതാണ് ഏറ്റവും നല്ലത്.